അങ്ങനെ കൃഷും കൺമണിയും പുതിയ ഒരു ഡിസൈനിങ് കമ്പനി ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല പോസിറ്റീവ് എനർജിയിൽ തുളുമ്പി നിൽക്കുന്ന കൃഷി ദേവ്ജിയെ വിളിക്കുകയാണ്. ദേവ്ജി എന്തിരിപ്പാണ്, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. എന്നാൽ കൃഷിന്റെ ഈ മാറ്റം കണ്ട് ദേവ്ജിക്കും തന്നെ അത്ഭുതം തോന്നുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൃഷിയോട്, കൊള്ളാം, നീ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടല്ലോ, നിനക്ക് എന്ത് മരുന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. എന്താണ് നിനക്ക് ഇത്രയും വലിയ മാറ്റത്തിന് കാരണമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി രാഹുലിനെ കണ്ട കാര്യങ്ങളെല്ലാം ദേവ്ജിയോട് പറയുകയാണ്. രാഹുലിനെ കണ്ടതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു എനർജി കിട്ടി എന്ന് പറയുകയാണ് കൃഷ്. എന്നാൽ അതെല്ലാം കേട്ട് ദേവ്ജിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സാഗർ, സുജാതയും കൃപയും 3 പേരും ചേർന്ന് കൊട്ടേക്കാട്ടത്തെ കല്യാണത്തിന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കാറിൽ ആരും തന്നെ വിടുന്നില്ല. എന്നാൽ അത് കണ്ട് കൃപയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് കൃപ പിന്നെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. എന്താണ് ആരും ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുജാത, എനിക്കൊന്നും തന്നെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ സുജാതയെ കളിയാക്കുകയാണ്. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ മൂടി മുഖം വീർപ്പിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അടിച്ചു പൊളിച്ച് പോകണമെന്നൊക്കെ പറയുകയാണ്. തുറന്ന് കാണിക്കുന്നത് സാഗറിന്റെ വീടാണ്. സാഗറിന്റെ വീടിന്റെ കോളിംഗ് ബെല്ല് ആരോ അടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ, സുജാതി, കൃപയൊന്നും വീട്ടിലില്ല. ഈ സമയത്ത് ആന്റിയമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. തുടർന്ന് ആന്റിയമ്മ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എന്നാൽ ഈ സമയത്ത് ആ ചുമരിന്റെ മറവിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ആന്റിയമ്മ കാണാതെ പതുക്കെ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ജയമോഹൻ പറഞ്ഞനുസരിച്ചാണ് ഇയാള് സാഗറിന്റെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് ആന്റിയമ്മ കാണാതെ അയാൾ വീടിന്റെ അകത്തെ മുറിയിലെല്ലാം കയറി ഒളിച്ചിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന കൺമണിയാണ്. ദേവ്ജിയും മഹിയും കൺമണിയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. തുടർന്ന് കൺമണിയോട്, കൺമണി ഇത് എന്ത് മാജിക്കാണ് കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. കൺമണി ഇതിനു മുമ്പ് ഒരുപാട് ഡിസൈൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കൺമണി ഞങ്ങൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്ത് മാജിക്കാണ് കൃഷിന്റെ കാര്യത്തിൽ കൺമണി നടത്തിയതെന്ന് ചോദിക്കുകയാണ്. ഇന്നലെ രാവിലെ കൃഷി കൺമണിക്കൊപ്പം പോയ പോലെയല്ല കൃഷി വൈകിട്ട് തിരിച്ചു വന്നത്. കൃഷിന് വല്ലാത്തൊരു മാറ്റമാണ്. കൃഷി ഇങ്ങനെ പഴയ പോലെ പോസിറ്റീവ് എനർജിയിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. എന്ത് മാജിക്കാണ് കൺമണി കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി ഉണ്ടായ കാര്യങ്ങളെല്ലാം ദേവ്ജിയോട് പറയുകയാണ്. രാഹുലിനെ കുറിച്ചെല്ലാം പറയുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണി അഭിനന്ദിക്കുകയാണ്. എന്തായാലും കൃഷി ഇപ്പോൾ പഴയ പോലെ ആയിരിക്കുകയാണ്. ഇനി കൃഷി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം, അതാണ് നമുക്ക് ഇനി വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൺമണിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുകയാണ്. തുറന്നു കാണിക്കുന്ന ആ ഗുണ്ടയാണ്. ഗുണ്ട സാഗറിന്റെ വീട്ടിൽ ഇങ്ങനെ പമ്മി ഒളിച്ചു നിൽക്കുകയാണ്. ഊരി പിടിച്ച വാളുമായി നിൽക്കുന്ന ബാഹുബലി പോലെയൊന്നുമല്ല, ഒരു പേടിത്തൊണ്ടൻ കത്തിയുമായിട്ട് ഇങ്ങനെ മുറിക്കകത്ത് ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ ഉണങ്ങിയ ഡ്രസ്സുമായിട്ട് ആ മുറിയിലേക്ക് വരികയാണ്. എന്നാൽ ആന്റിയമ്മയെ കണ്ട ആ ഗുണ്ട വേഗം തന്നെ കട്ടിലിന്റെ അടിയിലേക്ക് പോയി ഒളിക്കുകയാണ്. കത്തിയുമായിട്ട് കട്ടിലിന്റെ അടിയിലേക്ക് പോയി ഒളിക്കുകയാണ്. ഇയാൾ എന്തിനാണ് ആ വീട്ടിലേക്ക് വന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. എന്തായാലും അവന്റെ നിൽപ്പും ഭാവം എല്ലാം കണ്ട് അവന് പേടിയായിട്ടാണെന്ന് തോന്നുന്നു ആ കത്തി പിടിച്ച് നിൽക്കുന്നത്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. ദേവ്ജി പറഞ്ഞെല്ലാം കേട്ട് കൺമണി കൃഷ്ണനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നാൽ കൃഷ്ണ കൺമണിയുടെ കോൾ എടുക്കുമ്പോൾ തന്നെ കൃഷ്ണ കൺമണിയോട് പറയുന്നത് ഹലോ എന്ന് മധുരം സ്വരത്തിൽ നീട്ടി വിളിക്കുന്നതാണ്. എന്നാൽ അത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണയോട്, എന്ത് പറ്റി മോനെ, മോനൊന്നും നല്ല ഹാപ്പിയിലാണല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്ന, ആദ്യമായിട്ടാണ് സാർ എന്നോട് ഇങ്ങനൊരു ഹലോ പറയുന്നത്. തുടർന്ന് കൃഷ്ണൻ നല്ല സന്തോഷത്തോടു കൂടി കൺമണിയോട്, എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുകയൊന്നുമല്ല, ഞാൻ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പണിയെടുക്കുകയാണല്ലോ. തുടർന്ന് കൺമണി പിന്നെ കൃഷിന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്താണ് കൃഷി മനസ്സിൽ കണക്ക് കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷി തന്റെ മനസ്സിലുള്ള കാര്യം കൺമണിയോട് പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, എന്തായാലും ഇനി മുന്നോട്ട് പോയല്ലേ പറ്റൂ, അതുകൊണ്ട് ഞാൻ പുതിയൊരു ബിസിനസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. തുടർന്ന് കൺമണി അതെന്ത് ബിസിനസ് ആണെന്ന് ചോദിക്കുമ്പോൾ കൃഷി കൺമണിയോട്, എനിക്കും നിനക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഡിസൈനിങ് ആൻഡ് എക്സ്പോർട്ട്. അലിക പോലെ മറ്റൊരു ഡിസൈനിങ് കമ്പനിയാണ് കൃഷി ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷി കൺമണിക്ക് ജോലി ഓഫർ ചെയ്യുകയാണ്. കൺമണിയും എനിക്കൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി തലയാട്ടുകയാണ്. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട്, എനിക്കിപ്പോൾ സാറിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണമെന്നൊക്കെയുണ്ട്, പക്ഷെ ഞാനിപ്പോൾ തരുന്നില്ല, എന്തായാലും സാറിന്റെ ഈ വാശി ഞാനായിട്ട് കളയുന്നില്ല, സാറ് പണിയെടുത്തോളൂ, ഞാൻ വൈകിട്ട് എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ നേരിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് ജയമോഹനാണ്. ജയമോഹൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വീടിന്റെ ലിവിംഗ് റൂമിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. തുറന്ന് മാനസ പിന്നെ അച്ഛനോട്, എന്തു പറ്റി അച്ഛ, അച്ഛൻ എന്താണ് നല്ല ഗൗരവത്തിൽ, എന്താണ് ഒരു വിഷമം എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ജയമോഹൻ പിന്നെ മാനസിയോട്, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ഇന്ന് സാഗറിനോട് ചെയ്യാൻ പോകുന്നത്, അതോർത്ത് എനിക്കൊരു കുറ്റബോധം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ പിന്നെ അച്ഛന് ധൈര്യം കൊടുക്കുകയാണ്. അച്ഛൻ അങ്ങനെ കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. കൃഷ് ആയാലും സാഗർ ആയാലും
അച്ഛന്റെ കോളറിന് കുത്തിപ്പിടിച്ചതവരാണ്. അതുകൊണ്ട് അവരോട് ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം കാണിക്കേണ്ട കാര്യമില്ല. എന്നാൽ അത് കേട്ട് ജയമോഹൻ അതെ അത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാഗറിനോട് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. എന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ സാഗറിന്റെ കുടുംബം ഞാൻ നാളെ ഇല്ലാതാക്കുമെന്ന്, അതിന് വേണ്ടതൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി സാഗറിന്റെ കുടുംബം ഇല്ലാതാകും. സാഗറിന്റെ വീട്ടിലെ എല്ലാരെയും കൊലപ്പെടുത്താനാണെന്ന് തോന്നുന്നു പ്ലാൻ. അതെന്തായാലും അവർ തുറന്നു പറയുന്നില്ല. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഹേമ വരികയാണ്. അച്ഛന്റെയും മോളുടെയും സംസാരം കേട്ട് ഹേമയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഇതെന്തൊരു ഗൂഢാലോചനയാണെന്ന് മനസ്സിലാവുകയാണ്. തുറന്ന് ഹേമ അതേക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ ജയമോഹനും മാനസിയും ഒന്നും തന്നെ മിണ്ടുന്നില്ല. തുറന്ന് ഹേമ ഞാൻ എന്തായാലും ഇനി ഒന്നും പറയുന്നില്ല, അമ്പലക്കാർ വിളിച്ചിരുന്നു, അമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്തായാലും ആ അമ്പലത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാനസിയെ അവിടെ കൊണ്ട് നടക്കിയിരുത്താൻ. അങ്ങനെയെങ്കിൽ ഈ വൃത്തികെട്ടകളൊന്ന് നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ഹേമ അകത്തേക്ക് പോവുകയാണ്. ഹേമ അവിടുന്ന് പോയ ശേഷം മാനസ അച്ഛന് ധൈര്യം കൊടുക്കുകയാണ്. അച്ഛൻ ധൈര്യമായിരിക്കും, നാളത്തെ പകൽ നമ്മുടേതാണ്, നമ്മുടെ ശത്രുക്കൾ ഇന്നത്തോടുകൂടി അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് ധൈര്യം കൊടുക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.